കാര്യമുള്ളത്. ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു, ഇവിടെ ഇപ്പം കെ എസ് ആർ ടി സിയിലെ ശമ്പളത്തിൻ്റെ കാര്യം പറഞ്ഞു. കൃത്യമായും കെ എസ് ആർ ടി സിയിൽ ശമ്പളം കൊടുക്കാൻ പറ്റുന്നു. കെ എസ് ആർ ടി സി പഴയ അവസ്ഥയിൽ നിന്ന് മാറി ലാഭത്തിലേക്ക് പോകുന്നു. മാത്രവുമല്ല, ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ 2-3 മാസം കഴിയുമ്പോൾ അടുത്ത ഇലക്ഷനിലേക്ക് പോവുക. വെറുതെ ഒരു ബഡ്ജറ്റ് വെച്ചൊരു സ്റ്റണ്ട് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം അടുത്ത കാര്യങ്ങൾ നടത്തേണ്ടത് ഒരു സർക്കാരാണ്. എന്നാൽ തന്നെയും മനസ്സിലാക്കിയിടത്തോളം, ഈ നേരത്തെയുള്ള പത്രവാർത്തകൾ വായിച്ചപ്പോൾ മനസ്സിലാക്കിയിടത്തോളം ഒരു ജനക്ഷേമപരമായ ബഡ്ജറ്റ് ആയിരിക്കും അവതരിപ്പിക്കുന്നതെന്നാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് നമുക്കൊക്കെ വലിയ പ്രത്യാശയുണ്ട്. സർക്കാർ ജീവനക്കാരുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് കുടിശ്ശിക കൊടുക്കാനുള്ള കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രാബല്യത്തിൽ വന്നത്, നമ്മൾ ജനങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടൊരു കാര്യം തന്നെയാണത് തീർച്ചയായും. അതായത് ഇപ്പം തന്നെ നല്ല കാര്യങ്ങളാണ് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെല്ലാം, നല്ല കാര്യങ്ങളാണ്. ഇപ്പം പ്രത്യേകം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കൂൾ കുട്ടികൾക്ക് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഇൻഷുറൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ പ്രാബല്യത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മികച്ച കാര്യമാണ്. പക്ഷേ ഇതിലൊരു ഡൗട്ട് ഒരു പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വരുന്ന ഭരണകൂടം അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വരുന്നത് ഏത് കക്ഷികളാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി വരുന്ന ആൾക്കാർ ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിപ്പം പഴയ ആൾക്കാർ തന്നെ, അതായത് ഇപ്പം ഭരണത്തിരിക്കുന്നവർ തന്നെ കുറേ കുടിശ്ശികകളും മറ്റുമെല്ലാം വരുത്തി വെച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന ബഡ്ജറ്റ് വരുമ്പോൾ അത് അവരെങ്ങനെ വിനിയോഗിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല. ഇതെല്ലാം നടക്കുവാണെങ്കിൽ ഒരു നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും. നമുക്കത് പ്രതീക്ഷിക്കാം, അവരോട് പറ്റത്തില്ല. പക്ഷെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല നേട്ടം തന്നെയായിരിക്കും. നമ്മുടെ ജനങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളുള്ള ഒരു കാര്യം തന്നെയാണ്.